അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മാറിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്ത് ദാരിദ്ര്യം തന്നെ എപ്പോഴും. ഇപ്പോൾ പിണറായിയുടെ മോൻ്റെ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾ കണ്ടു, 250 ഏക്കർ സ്ഥലമാണ് അവിടെ കണ്ടത്. അവർക്ക് മക്കൾ ഈ അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ പോയി പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഈ തെണ്ടികൾ ഈ കുത്തും കൊല്ലം നടത്തിയിട്ട് ജീവിക്കല്ലേ. എന്ത് ദാരിദ്ര്യം മാറിയെന്ന് പറഞ്ഞത്. നിങ്ങൾ കോട്ടക്കൽക്ക് വരിക, കാണിച്ചു തരാം. ഞാൻ കോട്ടക്കാരനാണ്, കാണിച്ചു തരാം. ഞാൻ കണ്ട് ഒരു ആരെ ദാരിദ്ര്യം മാറിയില്ല, ഒരിക്കലും മാറിയില്ല. ഇവർ വെറുതെ നാടകമാണിത്, ഇലക്ഷൻ സ്റ്റണ്ട്, അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. വേറെ എന്ത് 2000 രൂപ പെൻഷനാക്കി എവിടുന്ന് കൊടുക്കും? ഇവിടെ കള്ള് വിറ്റിട്ടും ലോട്ടറി വിറ്റിട്ടുള്ള ബിസിനസ് നടത്തി ജീവിക്കുന്നുണ്ട് ഇവര്. ടൂർ കൊണ്ട് അമേരിക്കക്ക്. അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. ഈ ഗവൺമെന്റ് മാറിയാലേ ഈ നാട് നന്നാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനോട് യോജിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എവിടുന്ന് 150% യോജിക്കണില്ല. അതിദാരിദ്ര്യം ഇല്ലാതായിട്ടുണ്ട് കുറേയൊക്കെ. ഇപ്പോൾ ഭക്ഷണത്തിനാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യനും ജീവിക്കാൻ ഇവിടെ കേരളത്തിൽ ഇല്ല. എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ആരെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കാൻ തയ്യാറുണ്ട്. DYFI അങ്ങനെയുള്ള വേറെ ആരായാലും ഒരു നേരത്തെ ഭക്ഷണം എന്തായാലും കൊടുക്കും. അതുകൊണ്ട് ഭക്ഷണം ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കില്ല. അതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. അതിദാരിദ്ര്യമുക്തം തന്നെയാണ് കേരളം എന്ന് ഞാൻ ശരിയാണെന്നുള്ളതാണ്. അതെ അതെ. ദാരിദ്ര്യം മിക്ക ദാരിദ്ര്യം തന്നെ. ഇപ്പൊ ചിലർ പറയുന്നത് ഇവിടെ ഫുഡ് എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിദാരിദ്ര്യം ഇവിടെ പൂർണ്ണമായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നില്ല. ദാരിദ്ര്യമുണ്ട്, അതിദാരിദ്ര്യം ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതിദാരിദ്ര്യം മുക്തമായിട്ടാണ് കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു അഭിപ്രായമാണ് ചോദിച്ചത്. ദാരിദ്ര്യം ഇപ്പൊ മുക്കിലും മൂലയിലൊക്കെ അവിടെ ഉണ്ട്. എന്താ പറഞ്ഞാൽ വലിയ ദാരിദ്ര്യമില്ല.